അതുപോലെ പോലീസ് വരികയെന്ന് വെച്ചിട്ട് നമുക്ക് കുട്ടീനെ അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. പോലീസൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും നടപടി എടുത്തിട്ട് കുട്ടീനെ ഇങ്ങോട്ട് മാറ്റി WC കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കോടതി ഇടപെടണം. അതെ, എങ്കിലും എനിക്ക് നിങ്ങളുടെ മകളെടുത്ത് വിളിച്ചിട്ട് കേൾക്കാത്തത് നിങ്ങൾക്ക് അവർക്ക് നോക്കാൻ കുട്ടിയെ വിടുക ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയത്തുണ്ട്. അല്ല, ഞങ്ങള് നോക്കിക്കോളാന്ന് പറഞ്ഞിരുന്നാലും അവര് തരണോ എന്നിൽ തരണോന്നില്ല, തരണോന്നും ഇല്ലാന്നല്ല, അവർക്ക് തരാൻ താല്പര്യം കാണും. പക്ഷേ അവൻ അതും എനിക്ക് തോന്നുന്നു വേറെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് അല്ല. നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കുട്ടിയെ നോക്കുന്നതിന് ഒരു വിഷയവും ഇല്ല. എനിക്ക് സന്തോഷമാണ്. എന്റെ വീട്ടിൽ നിന്നുള്ള കുട്ടി നല്ല സന്തോഷത്തിലാണ് ഉണ്ടാകും. പക്ഷെ അവൻ തെറി പറയും എന്നുള്ളത് കൊണ്ട് അവൻ എന്തെങ്കിലും വിളിച്ചൊക്കെ പറയും സാർ. അത് കേൾക്കാൻ വയ്യ. കാരണം ഇപ്പൊ തന്നെ അവൻ ഇവിടുന്ന് പോയതിനു ശേഷം അവൻ പറയുന്നത് എനിക്ക് അവിഹിത ബന്ധമുണ്ടെന്നും എന്റെ അമ്മയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ കുഞ്ഞിനെ ഈ മോളുടെ ഭർത്താവ് പറയുന്നത്. അതിനാണ് ഞാൻ രാവിലെ ഇറങ്ങി പോണതെന്ന്. എനിക്കറിയില്ല സാർ, ആ ഒരു ലെവലിലൊക്കെയാണ് അവൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംസാരം അവളുടെ ഭാവി നോക്കുന്നെങ്കിൽ നോക്കിക്കോട്ടെ, ഞാനായിട്ടൊരു വിഷയം ഉണ്ടാക്കണ്ട, അവള് ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരുടെ ഇഷ്ടത്തിന് പോയതെന്ന് വിചാരിച്ചങ്ങ് വിട്ടുകൊടുത്തത്. പക്ഷെ എന്റെ കുഞ്ഞിനെ എനിക്ക് ആ കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിഞ്ഞാല് സഹിക്കൂല സാർ. കാരണം വെച്ചാൽ അതിന്റെ ആ ഒരു ദയനീയ അവസ്ഥ. ഞാനും 3 മക്കളെ തെറ്റി വളർത്തിയെങ്കിലും ഇതുവരെയും എന്റെ കുഞ്ഞുങ്ങളുടെ ദേഹം പോലും മുറിയാൻ അനുവദിക്കാണ്ടാണ് ഞാൻ വളർത്തിയത്. പക്ഷെ അവള് എങ്ങനെ ഈ കുട്ടിയോട് അവളിപ്പോ ചിലപ്പോ ഒരുപക്ഷെ അവള് അടുക്കളയിലോ എവിടെയെങ്കിലുമൊക്കെ നിന്നപ്പോഴത്തേക്ക് ആ വണ്ടിയോടുകൂടി ഇനി എടുത്ത് എറിഞ്ഞതാണോ, ഇനി അവനെ അടിച്ചെടുത്തതാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം. നമ്മുടെ ചിന്താഗതിയല്ലേ, അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോ അത് നിങ്ങൾക്ക് അയാളടുത്തുള്ള ദേഷ്യങ്ങളോട് ചിലപ്പോ തോന്നുന്നതാവാം. ഇപ്പൊ കുട്ടി തന്നെ വീണത് തന്നെയാവാം. നമ്മൾ എന്ത് ചിന്തിക്കുക. എന്തായാലും അത് പോലീസ് ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ നോക്കട്ടെ, നമ്മളത് അന്വേഷിക്കാം കേട്ടോ. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ അത് പോലീസ് എന്ന ആളല്ലേ അന്വേഷിക്കാന്ന് പറഞ്ഞത്? പോലീസ് എന്താ പറയുക, എന്ന് അന്വേഷിക്കുന്ന പറയാം. പോലീസ് ഇപ്പൊ അവരെ വിളിക്കൂന്ന് പറഞ്ഞത് ഇന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് വിളിച്ചിട്ട് ശേഷം അപ്പൊ നിങ്ങളെ വിളിക്കുമല്ലോ പോലീസ്. അപ്പൊ അത് വിളിച്ചതിന് ശേഷം കേട്ടോ, അതിന് വിളിച്ചതിന് ശേഷം നമ്മളൊന്ന് വിളിക്കണം. ഞാൻ ഈ നമ്പറിൽ തന്നെ വിളിച്ചോളാം സാർ. എന്നല്ലേ ഈ ഫോൺ. Big TV without fear or favor.